ആകാശവാണി. ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയാണ് ജൈവവൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, സൂക്ഷ്മാണുക്കൾ, വനങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകൾ ഒന്നടങ്കം ജൈവവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയിലെ ജീവന്റെ അടിത്തറ തന്നെ സമൃദ്ധവും സുസ്ഥിരവുമായ ജൈവവൈവിധ്യമാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ജൈവവൈവിധ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ഓരോ ജീവിയും അതെത്ര ചെറുതാണെങ്കിലും പ്രകൃതിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. അതിനാൽ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ക്ഷേമത്തിനും ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വനങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ജീവന്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുകയും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മറ്റു ചെറുപ്രാണികൾ എന്നിവ വിളകളിൽ പരാഗണം നടത്തുന്നതിലൂടെ ഭക്ഷ്യോൽപാദനം സാധ്യമാകുന്നു. ഭക്ഷ്യചങ്ങലയെ സന്തുലിതമായി നിലനിർത്താൻ മറ്റു വലിയ മൃഗങ്ങളും പക്ഷികളും സഹായിക്കുന്നു. ജൈവവൈവിധ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണിവ. ഭൂമിയുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് ജൈവവൈവിധ്യം ഇത്തരത്തിൽ നികത്താനാകാത്ത പങ്കാണ് വഹിക്കുന്നത്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം, പാർപ്പിടം, ഉപജീവന മാർഗം എന്നിവയ്ക്കായി മനുഷ്യൻ ജൈവവൈവിധ്യത്തെ വളരെയധികം ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് ആവശ്യമായ പല മരുന്നുകളും സസ്യങ്ങളിൽ നിന്നും മറ്റ് പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വനങ്ങൾ, കൃഷി, സമുദ്ര വിഭവങ്ങൾ എന്നിവയിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ്. എന്നാൽ വനനശീകരണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, നിയമവിരുദ്ധ വേട്ടയാടൽ എന്നിവ കാരണം ജൈവവൈവിധ്യം ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. വികസന പദ്ധതികളുടെ പേരിൽ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളെയും നദികളെയും മണ്ണിനെയും മലിനമാക്കുന്നു. നിരവധി ജീവിവർഗങ്ങൾക്ക് ഭയാനകമായ തോതിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ അഭാവം പോലും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും പരിസ്ഥിതിയിൽ ദോഷകരമായ അനന്തരഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവർക്കു വേണ്ടി മാത്രമല്ല, ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടിയാണ്. ശുദ്ധവായു, സുരക്ഷിതമായ ജലം, ഫലഭൂയിഷ്ഠമായ ഭൂമി, സുസ്ഥിരമായ കാലാവസ്ഥ എന്നിവയിൽ എല്ലാ ജന്തുജാലങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്. മനുഷ്യന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് പലപ്പോഴും ബലിയാടാകുന്നത് നിരപരാധികളായ ജീവിവർഗമാണ്. കുന്നുകൾ ഇടിച്ചും വയലുകൾ നികത്തിയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുയർക്കുമ്പോൾ പരിസ്ഥിതിയിലെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ തകരുന്നു. ഇത് വിദൂര ഭാവിയിൽ മനുഷ്യർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത കാലത്തായി നാം അനുഭവിക്കുന്ന ദുഷ്കരമായ ഉഷ്ണകാലം. അതിനാൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാരുകളും സംഘടനകളും വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ജൈവവൈവിധ്യത്തിന്റെ നാശവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുന്നതും മനുഷ്യജീവിതത്തെ എത്രത്തോളം ബാധിക്കാമെന്നതിന് കേരളം സമീപകാലത്ത് അനുഭവിച്ച ദുരന്തങ്ങൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. 2018 പ്രളയം കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു. അതിശക്തമായ മഴയോടൊപ്പം അനിയന്ത്രിതമായ കുന്നിടിച്ചിൽ, വനനശീകരണം, നദീതീര കയ്യേറ്റം, പാറമട പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യ ഇടപെടലുകളും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും പ്രകൃതിയുടെ മുന്നറിയിപ്പായി കരുതേണ്ടതാണ്. പശ്ചിമഘട്ട മലനിരകളിലെ പരിസ്ഥിതി ദുർബല മേഖലകളിലെ വനനശീകരണവും അനിയന്ത്രിത നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിന്റെ സ്വാഭാവിക ശക്തി കുറയ്ക്കുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മലകൾ ഇടിച്ചു നിരത്തി റോഡുകളും റിസോർട്ടുകളും നിർമ്മിക്കുമ്പോൾ പ്രകൃതിയുടെ പ്രതിരോധ ശേഷി കുറയുകയും ഇതിന്റെ ഫലമായി ഉരുൾപൊട്ടലും മിന്നൽ പ്രളയവുമെല്ലാം പതിവ് സംഭവങ്ങളാകുകയും ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഈ മേഖലയിൽ സുസ്ഥിര വികസന നടപടികളും ശക്തമായ പരിസ്ഥിതി സംരക്ഷണവും ശുപാർശ ചെയ്തു. വനങ്ങൾ, കുന്നുകൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ
അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വന്യജീവികളുടെ നാശം, കാലാവസ്ഥ അസന്തുലിതാവസ്ഥ എന്നിവയുൾപ്പെടെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഗാഡ്ഗിൽ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല, മനുഷ്യജീവിതത്തെയും ഉപജീവന മാർഗങ്ങളെയും ജൈവ വൈവിധ്യവുമായി കൂട്ടിയിണക്കിക്കൊണ്ടുപോകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പഠനങ്ങളും ശുപാർശകളും അടിവരയിട്ട് പറയുന്നു. Our basic thesis is that environment will be protected by people who are interested in healthy environment for their own livelihoods and for their own health. And this is abundantly reflected in our Western Ghat Ecology Expert Panel report. Industrial production, primarily there is a chemical industry complex and livelihoods of farmers in that area as well as fisher folk. There are no official studies of the impact on agriculture and on fisheries, which is unfortunate. There should be such studies. We conducted, of course, relatively brief studies on the negative impact on agriculture, but particularly on fisheries, because this chemical industry complex has very drastically affected fisheries of Vashishti and Dabhol area, which are once were very rich fishing grounds. And our estimate was that while 11,000 jobs have been created, some 20,000 fishermen have lost their livelihood. I am quite convinced that people want healthy environment, and our report has not given any rigid recommendations. An impression has been created that we have suggested some rigid regulations. That is incorrect. ലോകത്തിലെ 8 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പശ്ചിമഘട്ടം ഏഷ്യൻ ആന, സിംഹവാലൻ കുരങ്ങ്, വരയാട് എന്നിവയുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിർണായക ആവാസ വ്യവസ്ഥയാണ്. പാരിസ്ഥിതികമായി വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ വളരെയധികം പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതാണ്. കൃഷിക്കായുള്ള മരമുറിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി മുൻകാലങ്ങളിലും മറ്റുമുണ്ടായ വനനശീകരണം കേരളത്തിന്റെ സൂക്ഷ്മമായ ജൈവ വൈവിധ്യ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഭൂമിയെ മാതൃസ്ഥാനത്ത് കരുതുന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. ഈ ആശയം മുൻനിർത്തിയാണ് ഏക് പേഡ് മാ കെ നാം എന്ന ബൃഹത്തായ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഈ ലളിതമായ പ്രവൃത്തിയിലൂടെ 2 ലക്ഷ്യങ്ങളാണ് നിറവേറുന്നത്. ഭൂമിയുടെ സമൃദ്ധിയും ആരോഗ്യവും നിലനിർത്തുക. ഒരു ജീവൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അമ്മമാർ വഹിക്കുന്ന പങ്കിനെ ആദരിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള കൂട്ടായ ശ്രമങ്ങളുടെ പ്രാധാന്യം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആഹ്വാനം പിന്നീട് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി സംരംഭങ്ങളിലൂടെ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കണമെന്ന ആശയം ജനങ്ങളിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതിനെ നശിപ്പിക്കാതിരിക്കാം എന്നതാണ് ഇന്ന് മനുഷ്യർ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമെന്ന് ഇക്കഴിഞ്ഞ ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പ്രകൃതിയും നാഗരികതയും സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടേതെന്നും അദ്ദേഹം വ്യക്തമാക്കി. भारत में एक परंपरा रही है कि हम वन संपदा का भी उपयोग, सामान्यतः जो हम त्योहार मनाते हैं वो उसके दोनों लक्ष्य होते हैं. एक वन संपदा का संरक्षण है और एक उसका फल या फूल आने का समय, तभी हम उसको तोड़ने का कार्य करते हैं. जो चीज हम बना नहीं सकते, कम से कम उसको बिगाड़े ना, ये आज की मानवता को सबसे बड़ा संदेश है जो हमें लेना चाहिए. इस धरती पे जितनी भी जैव विविधता है वो हमें भोजन प्रदान करती है, वो हमें दवाई प्रदान करती है, वो हमें जीवन प्रदान करती है. नेचर की जो विरासत है, ये इतनी संपन्न जो जैव विविधता है, इसकी कई बार हम कल्पना नहीं करते. ഇക്കോ റീസ്റ്റോറേഷൻ പോളിസി 2021 എന്ന പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമഗ്രമായ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയം അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾക്ക് സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു മാർഗരേഖയായിട്ടാണ് ഈ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയത്തെ സർക്കാർ ആവിഷ്കരിച്ചത്. ഇതിനു പുറമെ വനപ്രദേശങ്ങൾക്ക് പുറത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി വനം വകുപ്പ് വലിയ തോതിൽ തൈകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. കർഷകർക്കും ഭൂവുടമകൾക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിനായി സാമ്പത്തിക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു.
മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നത് വനത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ മൂലമാണെന്ന് മനസ്സിലാക്കി ഉൾവനങ്ങളിൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭൂപ്രകൃതിക്കിണങ്ങുന്ന വിധത്തിലുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് മണ്ണുമായി ചേർത്ത് വിത്തുണ്ടകൾ തയ്യാറാക്കി വനത്തിലെങ്ങും വിതറുന്ന ജോലി ഏറെ കാര്യക്ഷമമായാണ് വനംവകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത്. നഗര അർദ്ധനഗര പ്രദേശങ്ങളിൽ നഗരവനങ്ങൾ എന്ന പേരിൽ പച്ചപ്പിന്റെ തുരുത്തുകൾ സൃഷ്ടിച്ചും കേരളം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക തലത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനായി നിരവധി പ്രവർത്തനങ്ങളാണ് സജീവമായി നടന്നുവരുന്നത്. കാവുകൾ സംരക്ഷിച്ചും പുഴകളുടെ പുനരുജ്ജീവനത്തിലൂടെയും കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചും പല പ്രാദേശിക സംഘടനകളും മനുഷ്യരും കേരളത്തിന്റെ ജൈവ വൈവിധ്യങ്ങളുടെ കാവലാളാകുന്നുണ്ട്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ മനുഷ്യരും പരിസ്ഥിതിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ജൈവ വൈവിധ്യ ഭീഷണിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അധിനിവേശ സസ്യങ്ങളും ജീവികളും. ഇവയുടെ വ്യാപനം മറ്റ് സ്വാഭാവിക ജീവജാലങ്ങളുടെ വംശനാശത്തിനു വരെ കാരണമാകുന്നുണ്ട്. വനമേഖലകളിലും കൃഷിയിടങ്ങളിലും ജലാശയങ്ങളിലും തണ്ണീർത്തടങ്ങളിലും അതിവേഗം വ്യാപിച്ച് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയാണിവ. ആഫ്രിക്കൻ പായൽ, കുളവാഴ, ആഫ്രിക്കൻ ഒച്ച് തുടങ്ങിയവ ഇവരിൽ പ്രധാനികളാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത കേവലം സർക്കാരുകളുടെ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തം കൂടിയാണ്. ഇത്തരം അധിനിവേശ ഭീഷണിയെ നേരിടുന്നതിൽ ഓരോ പൗരനും പങ്കുവഹിക്കാനാകും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ അധ്യക്ഷൻ ഡോക്ടർ സി ജോർജ് തോമസ് ആകാശവാണിയോട്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും വംശം നാശത്തിനും ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിനും കാരണമാകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുസ്ഥിരമല്ലാത്ത മനുഷ്യപ്രവർത്തനങ്ങളാൽ ആവാസ വ്യവസ്ഥകൾക്കും ആയിരക്കണക്കിന് സ്പീഷീസുകൾക്കും വംശനാശം സംഭവിക്കുന്ന തരത്തിൽ വളരെ കഠിനമായ ആഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജൈവ വൈവിധ്യ നഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു സ്പീഷീസ്, ഒരു ഇനം, ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ നഷ്ടം എന്നാണ്. ജൈവ വൈവിധ്യ നഷ്ടത്തിന് കാരണമാകുന്ന ചില പാരിസ്ഥിതിക അസ്വസ്ഥതകളാണ് കാട്ടുതീ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, വരൾച്ച, പകർച്ചവ്യാധികൾ, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അധിനിവേശ ജീവികൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവ. ഇതിലൊക്കെ മനുഷ്യന് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെങ്കിലും കാട്ടുതീ പോലുള്ള ഒഴിവാക്കുന്നതിന് മുൻകരുതലെടുക്കാം. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന് പദ്ധതികൾ നടപ്പിലാക്കാം. അധിനിവേശ ജീവികൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവയുടെ കാര്യത്തിലും മനുഷ്യന് ധാരാളമായിട്ട് വളരെ വലിയ രീതിയിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിനായി അവ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ പ്രദേശത്തെയും ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്ന ഭീഷണികൾ തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വർഷത്തെ ലോക ജൈവ വൈവിധ്യ ദിന സന്ദേശം. വീടുകളിലും സ്കൂളുകളിലും സമൂഹങ്ങളിലും നിന്ന് ജൈവ വൈവിധ്യ സംരക്ഷണം ആരംഭിക്കാമെന്ന ശക്തമായ ഈ സന്ദേശം ലോകമെമ്പാടും ഏറ്റെടുക്കേണ്ട സമയമാണിത്. ഭൂമിയെ താങ്ങി നിർത്തുന്ന നെടും തൂണാണ് ജൈവ വൈവിധ്യം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ ജീവിവർഗത്തിനും പങ്കുണ്ട്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് ഒരു പാരിസ്ഥിതിക ഉത്തരവാദിത്തം മാത്രമല്ല, മനുഷ്യന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ വരും തലമുറകൾക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ലോകം ഉറപ്പാക്കാൻ നമുക്ക് കഴിയും. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, കൃഷ്ണ പ്രകൃതി. അവതരണം ഹരിഷ്ണ.